ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 103 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. സ്നേഹമുള്ളവരെ, മധുരം നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ തേൻ കണ്ടാൽ നമ്മളതെല്ലാം ഒന്ന് രുചിച്ചു നോക്കും. കാരണം അത് ഒത്തിരി 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 നമുക്കിഷ്ടമാണ് നമ്മളിൽ പലർക്കും. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ വാക്കുകളെന്ന് പറയുന്നത് അത് വചനം തന്നെയാണ്. നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകളും കർത്താവിൻ്റെ വചനം തന്നെയാണ്. ഇത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമാണ്. എന്നാൽ ഇത് നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൽ ഉറക്കവും മരവിപ്പും ക്ഷീണവും കൂട്ടുവായും ഒക്കെ വരാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനകത്ത് ഒരു നിധി കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ നിധി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല. നമുക്കത് ആവോളം നമുക്ക് രുചിക്കാനായിട്ട് പറ്റും. ആ നിധി സത്യത്തിൽ ക്രിസ്തു തന്നെയാണ്. സ്നേഹമുള്ളവരെ, അത് നമ്മൾ വായിക്കും തോറും നമ്മൾ കരഞ്ഞു പോകും. അത്രമാത്രം വലിയ ഒരു നിധിയാണ് ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ഈ നിധി കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.